ഇറാൻ US സംഘർഷത്തിന് അയവ് വരുന്ന രൂപത്തിൽ ജനീവയിൽ നടന്ന രണ്ടാം ഘട്ട ചർച്ച പുരോഗമനപരമായിരുന്നു. ഒത്തുതീർപ്പിന് വഴി തുറന്നതായി ഇറാൻ അറിയിക്കുന്നു. ശുഭസൂചകമായ ഒരു വാർത്തയാണ് ജനീവയിൽ നിന്ന് വരുന്നത്. രണ്ടാം ഘട്ട ചർച്ച വളരെ ക്രിയാത്മകമായിരുന്നുവെന്നും മുമ്പ് നടന്ന ചർച്ചകളെക്കാൾ കൂടുതൽ അർത്ഥപൂർണമായിരുന്നുവെന്നും ഇറാൻ പ്രതിനിധികൾ പറയുന്നു. ധാരണയിലേക്കുള്ള പാത തുറന്നുവെന്നും എന്നാൽ ഉടമ്പടിയിലേക്കെത്താൻ ഇനിയും കടമ്പകളുണ്ടെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിൽ ജനീവയിലെ ഒമാൻ എംബസിയിൽ നടന്ന ചർച്ചയിൽ അമേരിക്കയും ഇറാനും ചില തത്വങ്ങളിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രതിനിധികളായി സ്റ്റീവ് വിറ്റ്കോഫും ജറാദ് കൃഷ്ണറുമാണ് പങ്കെടുത്തത്. രണ്ടാം ഘട്ട ചർച്ചകൾ വളരെ ഗൗരവമേറിയതായിരുന്നു എന്ന് അരാക്ചി വ്യക്തമാക്കുന്നു. പ്രധാന കാര്യങ്ങളിൽ ഞങ്ങൾ ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരട് തയ്യാറാക്കി വരികയാണ്. എന്നാൽ അത് പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നത്. മൂന്നാം ഘട്ട ചർച്ചയ്ക്ക് തീയതി കണ്ടിട്ടില്ല. കരട് രേഖ കൈമാറിയതിന് ശേഷം തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. അമേരിക്കൻ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ചർച്ചകളിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല എന്ന താക്കീത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖംനായി മുമ്പേ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപരോധങ്ങൾ പൂർണ്ണമായി പിൻവലിച്ചാൽ മാത്രമേ ആണവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയൂ എന്ന കടുത്ത നിലപാടിലാണ് തെഹ്റാൻ. വാഹിനി കപ്പലുകൾ അണിനിരത്തി സർവ സജ്ജമാണെന്ന സന്ദേശം നൽകുന്ന ട്രംപിന് അതേ രീതിയിലുള്ള തിരിച്ചടി ഇറാനും നൽകിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് താൽക്കാലികമായി അടക്കുകയും അതോടൊപ്പം പരിസരങ്ങളിൽ മിസൈൽ മഴ വർഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ. നയതന്ത്ര ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ വിട്ടുവീഴ്ചയില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഇറാൻ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നു. അമേരിക്കയുടെ അതേ രീതിയിൽ ഭീഷണി മുഴക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സമീപനം ഇറാൻ സ്വീകരിക്കുന്നത്. ആഗോള എണ്ണ വിപണിയുടെ സ്ഥിരാകേന്ദ്രമായ ഹോർമുസ് കടലിടുക്കിൽ സൈനികാഭ്യാസത്തിൻ്റെ മുന്നോടിയായി ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയായിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്മാർട്ട് കൺട്രോൾ സൈനികാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കടലിടുക്ക് താൽക്കാലികമായി അടച്ചത്. സമുദ്ര സുരക്ഷയും നാവിക ഗതാഗതത്തിൻ്റെ സുരക്ഷിതത്വവും കണക്കിലെടുത്താണ് നടപടിയെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജനീവയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുടെ നേതൃത്വത്തിലുള്ള ചർച്ച നടക്കുമ്പോഴാണ് ഇറാൻ ഈ നീക്കങ്ങൾ നടത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ സൈനികാഭ്യാസവും സൈനിക സാന്നിധ്യവും വർദ്ധിപ്പിച്ച US നടപടിയെ ആയത്തുള്ള ഖംനായി വളരെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിരുന്നു. യുദ്ധക്കപ്പലുകൾ അപകടകാരികളാണ്. അവയെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ത്താൻ ശേഷിയുള്ള ആയുധങ്ങൾ അതിനേക്കാൾ വലിയ അപകടകാരികളാണ്. ഇതായിരുന്നു ഖംനയുടെ മുന്നറിയിപ്പ്. ലോകത്ത് ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ 1/5 കടന്നു പോകുന്നത് ഹോർമുസിലൂടെയാണ്. ഏത് സാഹചര്യവും നേരിടാൻ തങ്ങൾ റെഡിയാണെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേലിൻ്റെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇറാൻ US ഒരു ഡീലിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.